ഞാൻ തന്നെ പറയുന്നത് ഓരോരുത്തർ വരുമ്പോൾ ഓരോന്ന് ചെയ്യുമെന്ന് പറയും, പിന്നെ അതൊക്കെ കാറ്റി പോകും. ഇങ്ങനെയാണ് ഈ വെള്ളം കിടക്കുന്ന കണക്ക് തന്നെ ഇത് പോവുക. വികസനം കുറേ കൊല്ലുകൊണ്ടേ വരുന്നെന്ന് പറയുന്നു. ഇതുവരെയും ലെവലായിട്ടില്ല. പിന്നെ ആ സ്മെല്ല് കേട്ട ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ല. പട്ടി എത്താൻ അവിടെ കൊണ്ടു, പൂച്ച എത്താൻ അവിടെ കൊണ്ടു. ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം വികസന സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്നു. പദ്ധതികൾക്ക് ഉണർവേകാൻ വെസ്റ്റ് കോസ്റ്റ് കനാൽ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപയാണ് അനുവദിച്ചത്. 5 മേഖലയിൽ കായലോര ടൂറിസം വികസനത്തിന്റെ സാധ്യതകൾ മുന്നിൽ കണ്ടുള്ളതാണ് പുതിയ പദ്ധതി. കായലിൽ ബോട്ട് ജെട്ടി നിർമ്മാണം, 5 കായലിന് കുറുകെയുള്ള മീരാൻകടവ് പാലത്തിന്റെ അടിഭാഗത്ത് കുട്ടികൾക്ക് വേണ്ടി പാർക്ക് നിർമ്മിക്കുക, വിശ്രമ കേന്ദ്രം, റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ, ശുചിമുറികളുടെ നിർമ്മാണം, വെൽനസ് സെന്റർ, മീരാൻകടവ് പാലത്തിന്റെ തൂണുകളിൽ ചുമച്ചിത്രങ്ങൾ ഒരുക്കൽ, കായലിന് സമാന്തരമായി കമ്പിവേലി സ്ഥാപിക്കൽ, സഞ്ചാരികൾക്കുള്ള കൽബഞ്ച് ഇരിപ്പിട സൗകര്യം എന്നിവയാണ് പദ്ധതി വിഭാവന ചെയ്യുന്നത്. നിലവിൽ രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചു പോകുന്ന ഇടമാണ് മീരാൻകടവ് പാലവും സമീപ പ്രദേശങ്ങളും. ഹോട്ടലുകളിൽ നിന്നും സമീപ ഇറച്ചിക്കടകളിൽ നിന്നും പുറന്തള്ളുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും മാംസാവശിഷ്ടങ്ങളും ഭക്ഷിക്കാൻ തെരുവുനായ്ക്കളുടെ കൂട്ടം തന്നെ പാലത്തിന് സമീപം തമ്പടിക്കാറുണ്ട്. ഇവ വാഹനയാത്രികർക്കും സമീപവാസികൾക്കും ഉണ്ടാക്കി വരുന്ന ദുരിതങ്ങൾ ഏറെയാണ്. പൊതുവെ എല്ലാം നല്ല കാര്യമാണ് ഈ വികസനം വരുന്നത്. ഇത് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ അത് എല്ലാ സർക്കാർ വരുമ്പോഴും ഞാൻ തന്നെ പറയുന്നത് ഓരോരുത്തർ വരുമ്പോൾ ഓരോന്ന് ചെയ്യുമെന്ന് പറയും, പിന്നെ അതൊക്കെ കാറ്റി പോകും. പിന്നെ പുതിയ ആൾ വരുമ്പോൾ അത് പറയും. വീണ്ടും ഇപ്പോഴും ഒരു പുതിയ ഇത് വന്നിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വന്നാൽ കൊള്ളാം, നല്ലതാണ്. വയലിൽ നിന്നിട്ട് ഇവിടെ കൊണ്ടിട്ടുണ്ട് പോകും. അപ്പോൾ പിന്നെ വണ്ടി വന്ന് അത് ഒതുക്കി പിന്നെയും അവിടെ കൊണ്ടുപോകുമ്പോൾ പിന്നെയും കാഴ്ചകൾ ആൾക്കാർ പിന്നെയും കൊണ്ടുപോകും. വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ആ സ്മെല്ല് കേട്ട ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ല. പട്ടി എത്താൻ അവിടെ കൊണ്ടു, പൂച്ച എത്താൻ അവിടെ കൊണ്ടു. വികസനം കുറേ കൊല്ലുകൊണ്ടേ വരുന്നെന്ന് പറയുന്നു. ഇതുവരെയും ലെവലായിട്ടില്ല. താഴെ മീരാൻകടവ് പാലം താഴെ വരുമെന്നാണ് പറയുന്നത്. കുട്ടികൾ സ്കൂളോട്ടം പോകുമ്പോഴത്തേക്ക് പറയും സാധാരണ ഇവിടെ പാർക്ക് വരാറ് വരുന്ന പോകും എന്ന് പറയുന്നത്. ഇപ്പോൾ 3 കൊല്ലം കൊണ്ടായി പറഞ്ഞു തുടങ്ങി. എല്ലാവരും ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ വരുന്നില്ലല്ലോ. ഇത് വരണമെങ്കിൽ നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് ജനങ്ങളും കൂടി സഹകരിച്ച് അതിൽ പോകണം. കാരണം കൂടുതൽ ഇവിടെ വേസ്റ്റുകൾ കൂടുതൽ ആണ്. അത് ഈ വണ്ടികളിലേക്ക് കൊണ്ടുവന്ന് ഹോട്ടലുകളിലെല്ലാം കൊണ്ടുവന്ന് നിരത്തി. അതാണ് ഈ തെരുവുകൾ തോറും പട്ടികൾ ഇങ്ങനെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്കൊരു പേടി സ്വപ്നമായിരിക്കുന്നത്. എനിക്കും പേടിയാണ്, കാരണം എന്നെ ഒരിക്കൽ കടിച്ചതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇതാണ്. ടൂറിസം വരണമെങ്കിൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ ഇവിടെ ഭേദപ്പെടും. അത് ജനങ്ങളും കൂടി സഹകരിക്കണം. ഇവിടെ മുമ്പൊരു പാർക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അല്ല, ഒരുപാട് കാലത്തേക്ക് മുമ്പുണ്ടായിരുന്നു. പക്ഷേ അത് ആ സമയത്തൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഒരു പാർക്ക് വരുന്നത് നല്ലത് തന്നെയാണ്. ഒരു 7 കൊല്ലം ആവും. സമ്പത്ത് എന്ന് പറഞ്ഞ ഒരു MLA MP ആയിട്ട് ഇവിടെ നിന്ന സമയത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് കാണാനില്ല. ഇപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമാണ്. പിന്നെ കൊച്ചുകുട്ടികളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ആ കൊച്ചുങ്ങൾക്കെല്ലാം ഒരു ഉപകാരപ്പെടും. അല്ല വേറെ പിന്നെ 2 സൈഡും അപ്പുറം ഇപ്പുറം വേസ്റ്റൊക്കെ മാറും. മുമ്പ് വേസ്റ്റൊക്കെ വീട് വരുന്നു. ഇപ്പം അത് കാണാനില്ല. ഒരുപാട് നാളായിട്ട് തന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം വേറെ പറയത്തക്ക ഒരു ഇതുമില്ല. ഇപ്പം ഒരുപാട് നാളുകൊണ്ട് പിന്നെ കനാൽ വികസനം ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കനാൽ അവിടെ നിന്ന് 1-ാം പാലത്തിൽ നിന്ന് തുടങ്ങി ഇപ്പം മുതലപ്പൊഴി വരെ അവസാനിക്കുന്ന ഒരു രീതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറം ചത്തുവൊന്നും കടിയും ബഹളമൊക്കെ തന്നെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ കിടക്കാൻ പറ്റത്തില്ല അല്ലേ? ഒന്നാമത് സ്മെല്ല്, വെള്ളത്തിൻ്റെ സ്മെല്ല്. ഉള്ള കോഴിയുടെ ചാക്ക് കണക്കാണ് കൊണ്ടിടുന്നത് രാത്രിയാകുമ്പോൾ, പാരാത്രി വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്നത്. ഇതിനെതിരെ നടപടി ആരും വന്ന് എന്താണ് ഞാൻ പോലും തിരക്കാറില്ല. നാട്ടുകാരുണ്ട്, പഞ്ചായത്തുകാരുണ്ടെന്ന് പറഞ്ഞത് ഒരു കാര്യമില്ല. ഈ ഒരു പാലത്തിൻ്റെ ഒരു പരാതിയും കൊടുത്തിട്ടില്ല. ഈ പാലത്തിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വികസനം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഉടനെ നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതോ ഇത് നേരത്തെ ഇങ്ങനെയാണ് ഈ വെള്ളം കിടക്കുന്ന കണക്ക് തന്നെ. നേരത്തെ കണ്ടൽക്കാടുകളുടെ മനോഹാരിതയിൽ സമീപവാസികളെ ആകർഷിച്ചിരുന്ന പാലവും പരിസര പ്രദേശങ്ങളും അധികൃതരുടെ അനാസ്ഥയിൽപ്പെട്ട് മാലിന്യം തള്ളുന്ന കേന്ദ്രമായി മാറി. വർഷങ്ങൾക്ക് മുൻപ് 5 ജലോത്സവത്തിന് പേരുകേട്ട സ്ഥലമായിരുന്നു മീരാൻകടവ് പാലം. ദേശീയ ജലപാത പദ്ധതിയും കനാൽ ടൂറിസം പദ്ധതിയും പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുന്നതോടെ 5 ഗ്രാമപഞ്ചായത്തിന് പൊതുവെയും സമീപ ഗ്രാമപഞ്ചായത്തുകളായ കടയ്ക്കാവൂർ, വക്കം പഞ്ചായത്തുകളിലും ഗ്രാമീണ കായൽ ടൂറിസത്തിന് കുതിപ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷ.
ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.